നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, എന്തു പറ്റി ഈ സുരേഷ് ഗോപിക്കെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 30-40 വർഷമായി. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. കരുണാകരൻ്റെ സപ്തതിക്ക് ആഹാരം വിളമ്പാൻ നടക്കുമ്പോഴായാലും ശരി, മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം പ്രചരണം നടത്തുന്ന ജീപ്പിൽ തൂങ്ങിക്കയറിയതായാലും ശരി, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. BJP പോയപ്പോഴും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ ഞാനല്ലാതെ വേറൊരു അല്പനുണ്ടാവാൻ പാടില്ല എന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെ കള്ളങ്ങളാണ് ഈ മനുഷ്യൻ പറഞ്ഞെന്ന് വെച്ചോക്കി. എന്തോ കലിംഗ സമ്മേളനം, തേങ്ങാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂരിലുള്ള പാവങ്ങളെ വിളിച്ച് ഇരുത്തിയിട്ട് ഒരു കലിങ്കിൽ കയറിയിരുന്ന് എന്തെല്ലാം വങ്കത്തരങ്ങളാണ് ഈ മനുഷ്യൻ പറയുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന്. ശബരിമലയിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. ശബരിമലയിൽ കാണാതായ സ്വർണ്ണപ്പാളികളുടെ വാർത്ത മറച്ചു പിടിക്കാനാണത്രേ ദുൽഖറിനെയും പൃഥ്വിരാജിനെയും അവരുടെ വീടുകളിൽ കസ്റ്റംസും EDയും അന്വേഷിക്കുന്നത്. ഈ കലിംഗ സമ്മേളനത്തിൽ പുള്ളി പറയുകയാണ്, നമ്മുടെ സിനിമാക്കാരായ ദുൽഖറിനെയും പൃഥ്വിരാജിനെയൊക്കെ ഈ സ്വർണ്ണപ്പാളികൾ കട്ടെടുത്ത ഇവിടം കേരളം ഭരിക്കുന്ന സർക്കാർ അത് പുറത്തറിയാതിരിക്കാൻ കസ്റ്റംസിനെയും EDയും കൊണ്ട് ചെക്ക് ചെയ്യുന്നു എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ മണ്ടത്തരങ്ങൾ പറയുന്നവരെ പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട്. അതിലും കൂടിയ ഐറ്റമാണെങ്കിൽ നമ്മൾ മരപ്പൊട്ടൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ വിളിക്കും നമ്മൾ. പക്ഷേ അതിനപ്പുറമാണെങ്കിൽ എന്ത് വിളിക്കും എന്നുള്ളതാണ്. കസ്റ്റംസ് ആയാലും ED ആയാലും കേന്ദ്രത്തിൻ്റെ സ്ഥാപനങ്ങളാണെന്നുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആളൊന്നും അല്ല ഈ വിദ്വാൻ. എന്നാലും മൈക്ക് കിട്ടിയാൽ വച്ച് കാച്ചുന്നത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂരിലുള്ള ഒരു മണ്ടന്മാരാണെന്നാണ് പുള്ളി വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കസ്റ്റംസിനെയും EDയും പിണറായി വിജയൻ ഇറക്കി കളിക്കണം പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയൊക്കെ വീട്ടിൽ. അത് ഇടതുപക്ഷക്കാരായി നടക്കുന്ന മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയൊക്കെ വീട്ടിൽ EDയെ ഇറക്കി അല്ലെങ്കിൽ കസ്റ്റംസിനെ ഇറക്കി കളിക്കുകയാണ്. ഏത് ശബരിമലയിലെ സ്വർണം കട്ടത് അറിയാതിരിക്കാൻ. പൃഥ്വിരാജിനെയും ദുൽഖറിൻ്റെയും ഒക്കെ പിറകെ ഈ അന്വേഷണ ഏജൻസികൾ പാത്തും പതുങ്ങിയും നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി സുരേഷ് ഗോപി? ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലും കയറുന്നു. നിങ്ങളെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ എന്ന് ഞാൻ പറയും. 200 വിദേശ കാറുകൾ ഭൂട്ടാനിൽ നിന്നും ആരൊക്കെയോ ആക്രി വിലയ്ക്ക് വാങ്ങി ബിഗ് ഷോപ്പറിലോ കഷത്തോ ഒക്കെ വച്ച് അതിർത്തി കടത്തിക്കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക്. കാരണം അതിർത്തിയിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പട്ടാളവും ഒന്നും അറിഞ്ഞില്ല ഈ 200 കാർ ഇന്ത്യയിലേക്ക് എങ്ങനെ വന്നത്. അപ്പോൾ ബിഗ് ഷോപ്പറിൽ വെച്ചായിരിക്കും കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മുണ്ടിൻ്റെ മിന്തിയിലോ കഷത്തോ ഒക്കെ വെച്ചായിരിക്കും കൊണ്ടുവന്നത്. അവയിൽ കുറച്ച് കാറുകൾ കോയമ്പത്തൂർ കള്ളക്കച്ചവടക്കാർ വഴി കേരളത്തിലെത്തിയത്രേ. അത്രയും കാറുകളെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്ന അത്രേ. ബാക്കി ഈ കേരളത്തിൽ വന്നതിൻ്റെ ബാക്കി കാറുകളുണ്ടല്ലോ, ഒരു 100-180ഓളം കാറുകൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അത് കേരളത്തിലല്ല. പക്ഷേ രാജ്യസ്നേഹികളുടെ സംസ്ഥാനങ്ങളിൽ ആയതിനാൽ ഒരന്വേഷണവുമില്ല. കേരളത്തിലെ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ സുരേഷ് ഗോപി സാർ പറയുന്നത് സ്വർണ്ണപ്പാളി വിഷയം മുക്കാൻ സംസ്ഥാന സർക്കാർ കളിക്കുന്ന കളിയാണ് ഇതെന്നാണ്. ഇത്ര തൊലിക്കട്ടി മുമ്പ് ഈ മനുഷ്യനുണ്ടായിരുന്നില്ല, സത്യമായിട്ടും ഇല്ലായിരുന്നു. ഒരു അല്പസ്വല്പമൊക്കെ പറയും. ഇപ്പം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വാക്കി ടോക്കി വെച്ചിട്ട് 4ാമത്തെ വരിയിലെ 6ാമത്തെ അമ്മച്ചിക്ക് പപ്പടം കിട്ടിയില്ല, ഓവർ. 7ാമത്തെ വരിയിൽ 4ാമതിരിക്കുന്ന ചേട്ടന് വെള്ളം കിട്ടിയില്ല, ഓവർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് വാക്കി ടോക്കി ഉപയോഗിച്ച് കല്യാണം നടത്തിയ അങ്ങനെ അല്പത്തരമൊക്കെ ഉണ്ട്, പണ്ടേ ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഉള്ള അത്രയും കടുകട്ടിയായ അസുഖം ആയിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. തലയെടുത്ത 2 ആൺമക്കളുണ്ടല്ലോ, തലപ്പൊക്കം വെച്ച 2 ആൺമക്കൾ, അവരെങ്കിലും പറയണമായിരുന്നു, അച്ഛാ ഞങ്ങളിങ്ങനെ നാറ്റിക്കരുത്. നിങ്ങൾ കേന്ദ്രമന്ത്രിയും MPയും കോപ്പുമൊക്കെ തന്നെ, പക്ഷേ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളമ്പി ഞങ്ങളെ നാറ്റിക്കരുത് അച്ഛാ എന്നെങ്കിലും പറയണം. പക്ഷേ അതിന് വരെ മക്കൾ പറഞ്ഞെന്തറിയാം, അച്ഛനെ പറ്റി ആ ശാന്തിയുള്ള ദിനേശ് പറയുന്ന ചില കമൻറ്റുകൾ അച്ഛനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു. എടാ, ഞാൻ വേദനിപ്പിക്കാവുന്ന ഒന്നും പറയുന്നില്ല. നിൻ്റെ അച്ഛൻ കാണിക്കുന്ന ഈ ഇതുപോലുള്ള വങ്കത്തരങ്ങൾ നിർത്തിയാൽ മതി, നിങ്ങൾക്ക് നാണക്കേടില്ലാതിരിക്കാം. ഇതിലപ്പുറം ഞാൻ പറയുന്നില്ല. കാരണം ഇത് നമ്മുടെ ഒരു സിനിമാ ചാനലായതുകൊണ്ട്, സിനിമാക്കാരെ പറ്റി സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമസ്കാരം.
നമ്മുടെ 700-നടുത്ത് എന്തോ എത്തി സ്റ്റോറികൾ. ഒരു 100 എപ്പിസോഡെങ്കിലും മറ്റ് ചാനലുകൾക്ക് ഞാൻ ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനലോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതോ ശ്രദ്ധിച്ചവർക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നസീർ സാറിനെ കുറിച്ചാണ്. എനിക്ക് ആ വലിയ മനുഷ്യനെ എന്താ പറയുക ഒരിക്കലും എഴുത്തി കാണിക്കാൻ കഴിയില്ല. എൻ്റെ സ്വകാര്യമാണ് ഞാൻ നിങ്ങളുടെ പറയുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, മരിച്ചുപോയ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും ഫോട്ടോ ഞാൻ വച്ചിട്ടില്ല. അനിയൻ്റെ ഫോട്ടോ ഒന്നും വച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ 2 പേരുടെ ഫോട്ടോയേ ഉള്ളൂ. കയറി വരുന്നിടത്ത് നസീർ സാറും ഞാൻ എഴുതാനിരിക്കുന്നിടത്ത് JC സാറും. അതാരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, ആരെയും ഇന്നും ടാക്സ് വാങ്ങിക്കാനുമല്ല. പക്ഷേ ഒരാവശ്യവുമില്ലാതെ നസീർ സാറിനെ കരിവാരി തേക്കാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തും ഏതും പറഞ്ഞ് ഒരു വിവാദത്തിന് തിരികൊളുത്താൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുന്ന ചിലരുണ്ടല്ലോ. ഇവിടെ യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഫോണും കൊണ്ട് നടക്കുന്ന എംബോക്കികൾ. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഇവരുടെ വിളയാട്ടമാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. അതുപോലെ തന്നെ ശാന്തിയുള്ള ദിനേശ് എന്ന പേര് ഉപയോഗിച്ചാലോ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ വരുന്ന ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഒരു 5-10 സെക്കൻഡ് ചുരണ്ടി ആ വിഷ്വൽ ചുരണ്ടി എൻ്റെ 2-3 എന്താ പറയുക ഫോട്ടോകളൊക്കെ ഇട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ച് എവിടുന്നെങ്കിലും കിട്ടുന്ന എൻ്റെ മോന്തയുടെ ആ മുഖം വച്ച് തന്നെ നമുക്ക് കാർഡും ഉണ്ടാക്കും. എൻ്റെ തിരുമോന്ത കണ്ടാൽ 10 പേര് കാണുന്നൊരവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ എപ്പിസോഡുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് ഇവിടെ. നാളെ സിനിമാ കഥകൾ നന്നായി പറയാൻ അറിയാവുന്ന ഒരാൾ വരുന്നതുവരെ എന്നെ വിറ്റെടുക്കാമെന്ന ഒറ്റ ചിന്തയിലല്ലാതെ സത്യസന്ധമായി ഒരു എഴുത്തോ പ്രോഗ്രാമോ യവന്മാർക്ക് ഉണ്ടാക്കാനാവുന്നില്ല എന്നതാണ് പ്രശ്നം. യൂട്യൂബ് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം. അതെനിക്ക് തുറന്നു പറയാൻ അഭിമാനമേ ഉള്ളൂ. ഞാൻ യൂട്യൂബിനെയും കാണുന്ന സിനിമയായിട്ടാണ്. ഞാനൊരു സിനിമാക്കാരനായതുകൊണ്ടാണല്ലോ ഈ യൂട്യൂബ് നടത്താൻ പറ്റുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഭംഗിയായിട്ട് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു യൂട്യൂബും കാണാറില്ല മറ്റുള്ളവരുടെ. കാരണം അതിൽ പലതും നമ്മുടെ മനസ്സിലേക്ക് ചേക്കറും നമ്മൾ കോപ്പി അടിച്ചതുപോലെ ആവും. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബും കാണാറില്ല. പക്ഷേ നമ്മുടെ തലയിലൂടെ ഒരേ വിഷയത്തിൻ്റെ തന്നെ കോപ്പികൾ പലരും തട്ടിത്തരും. അപ്പോൾ എന്താണ് സംഭവമെന്ന് നോക്കാതിരിക്കാനാവില്ലല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞതൊന്നും ഈ മണ്ടന്മാർ കേട്ടത് മറ്റൊന്നുമായി ഞാൻ അറിയുന്നത്. എൻ്റെ പേരിൽ സൈബർ കേസുകൾ വന്നപ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട്. എന്നല്ലാതെ ഞാനൊരു സൈബർ പെറ്റീഷനുമായും ഇന്ന് വരെ ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലും പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയും ഞാൻ അയച്ചിട്ടില്ല. എന്തിന് പറയട്ടെ, എഴുതട്ടെ എന്ന് ഞാൻ കരുതും. ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലെ പുതിയ എപ്പിസോഡ് വന്നാൽ നിമിഷങ്ങൾക്കകം ഫേസ്ബുക്കിൽ ഏതോ ഒരു കള്ളൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് പൈസ അടിക്കുന്നു. കുറേ കാലമായിട്ട് അവൻ്റെ പണി അതാണ്. 8 മണിക്ക് നമ്മുടെ ഈ പ്രോഗ്രാം വന്ന് 8:02 ഫേസ്ബുക്കിലേക്ക് അവൻ എടുത്തിടും, അവൻ്റെ അച്ഛൻ്റെ വക പോലെ. അങ്ങ് വടക്കെവിടെയുള്ള ഒരുത്തനാണ്. എവിടെ ഏത് ജില്ലക്കാരെന്നൊക്കെ നമുക്ക് ട്രേസ് ചെയ്ത് വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങനെ ചെയ്യുന്ന വൃത്തികെട്ടതിനെതിരെ സൈബർ പരാതിയോ യൂട്യൂബിന് പരാതിയോ ഞാൻ കൊടുത്താൽ അവൻ്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളത് എനിക്കറിയാം. ഞാനത് ചെയ്യില്ല. അവൻ കൊണ്ടുപോട്ടെ എന്ന് വിചാരിക്കും. എൻ്റെ പ്രോഗ്രാമുകൾ ഒരു മറയുമില്ലാതെ ചുരണ്ടി പലരും പലതും ഉണ്ടാക്കുന്നു. അതും ഒരു മെയിൽ മാത്രം മതി, ഒരു ഇമെയിൽ അയച്ചാൽ അവസാനിപ്പിക്കാം. എന്തിന് ഇങ്ങനെ ചുരണ്ടി മാത്രം എത്ര കാലം ഒരു യൂട്യൂബ് ചാനൽ നിലനിർത്താനാകും? ചത്തുപോകും അത്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തിനെന്നേ എൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞ് അതിൻ്റെ പിറകെ പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കാറ്. നമ്മളെ പരാതി പറയാൻ ചെല്ലുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കാത്തവരുടെ ധാർഷ്ട്യം നമ്മളെന്തിന് കാണണം? ഇത്രയും വിശദമായി ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത് ഇവിടെ പ്രേം നസീർ എന്ന നല്ല മനുഷ്യനെ ദൈവമാക്കാനും മുസ്ലിങ്ങളുടെ മാത്രം വ്യക്തിയാക്കാനും ബോധപൂർവമായ ശ്രമം ചില വിവരദോഷികൾ കുറച്ചു കാലമായി നടത്തുന്നു. അത് ഈ യൂട്യൂബൊക്കെ വന്ന ശേഷമാണ്. അതിനു മുമ്പ് നസീർ സാറിനെ അങ്ങനെ കണ്ടിരുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് പ്രാവർത്തികമായപ്പോൾ
നസീർ സാറിനെ ഒരു ദൈവമാക്കുക, ഒരു കുറ്റവും തെറ്റുമില്ലാത്ത ദൈവമായിട്ട്. ശ്രീകൃഷ്ണൻ പോലും തെറ്റുകളും ചതിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ശ്രീരാമൻ ചെയ്തിട്ടില്ലേ സ്വന്തം ഭാര്യയോട് പോലും. പക്ഷേ നസീർ സാർ അങ്ങനെ ഒന്നും ചെയ്യാത്ത ദൈവപുത്രനാണ്. പിന്നെ ഞങ്ങളുടെ ആളുമാണ്, നമ്മളുടെ ആൾ. അല്ലാതെ നീയൊക്കെ ഒരവകാശവും ഉന്നയിക്കേണ്ട, നമ്മളുടെ ആളാണ് എന്ന് ബോധ്യമാക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നു. എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് പ്രേം നസീർ ഫൗണ്ടേഷൻ എന്നൊരു സംഘടനയുണ്ട്. നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ് പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ. അവർ 2000 രൂപ ഫൗണ്ടേഷനിലായി അടച്ചാൽ നസീർ സാറിൻ്റെ വലിയൊരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളുമുള്ള ആത്മകഥാംശമുള്ള ഒരു പുസ്തകം, വലിയ പുസ്തകമാണ്. 2000 രൂപ നിങ്ങൾ ഫൗണ്ടേഷനിലേക്ക് സംഭാവനയായി അടച്ചാൽ ഈ പുസ്തകം സൗജന്യമായി കിട്ടും. നിത്യഹരിതം എന്നാണ് അതിൻ്റെ പേര്. പ്രേം നസീർ ഫൗണ്ടേഷനിൽ 12 പേരുണ്ട്. അവരിൽ 4 പേർ ഹിന്ദുക്കളും 8 പേർ മുസ്ലിങ്ങളുമാണ്. ഈ പറഞ്ഞ 8 പേരും, ഈ 8 മുസ്ലിങ്ങളും നസീർ സാറിൻ്റെ എന്താ പറയുക ബന്ധുക്കളുമാണ്. അവരിൽ നസീർ സാറിൻ്റെ സഹോദരി ഭർത്താവ് അളിയൻ മുൻ MP ആയ തലക്കുന്നിൽ ബഷീറും മകൻ ഷാനവാസും മരണപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോൾ 6 പേരേ ഉള്ളതിൽ. അവരിൽ പ്രേം നസീർ ഫൗണ്ടേഷൻ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് സംസാരിക്കും. എൻ്റെ നസീർ സാറിനെ പറ്റിയുള്ള പ്രോഗ്രാമിനെ അഭിനന്ദിക്കുകയും പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടാവണേ എന്ന് എന്നോട് പറയുകയും ചെയ്യാറുണ്ട്. എനിക്കത് സന്തോഷം നൽകുന്ന കാര്യമാണ്. നസീർ സാറിൻ്റെ ആധികാരികമായ രേഖയായി പറയാവുന്ന ഈ നിത്യവസന്തം എന്ന ജീവചരിത്രത്തിൽ ചെയർമാനായ ജി സുരേഷ് കുമാറിൻ്റെ ഒരു കുറിപ്പുണ്ട്. ഒരു ദിവസം വഴുതക്കാട്ടുള്ള സുരേഷ് കുമാറിൻ്റെ ഫ്ലാറ്റിൽ ഈ പുസ്തകത്തിൻ്റെ ചീഫ് എഡിറ്ററായ അഷറഫും താജ് ബഷീറും മറ്റ് ചിലരുമായി സുരേഷ് കുമാറിനെ കാണാൻ ചെന്നു. നസീർ സാറിൻ്റെ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ആകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സുരേഷ് കുമാർ പറയുന്നത്, ഞാൻ അവിടെ കേട്ടത് അവരുടെ സ്വരമല്ല, നസീർ സാർ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. കുറച്ച് നാൾ നീ ഇതിൻ്റെ തലപ്പ് തിരിക്കണം, ഒരു നിയോഗം പോലെ എന്ന് നസീർ സാർ പറയും പോലെ തോന്നി. പ്രേം നസീറിനായി മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ അല്ലെങ്കിൽ ഒഴുക്കുന്നവന്മാർ ചുരുങ്ങിയത് നിത്യഹരിതം എന്ന പുസ്തകമെങ്കിലും വായിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അല്ലാതെ നിനക്കൊന്നും പ്രേം നസീർ എന്ന മഹാൻ്റെ ഗുണഗണങ്ങൾ അറിയില്ല, മഹത്വം അറിയില്ല, അദ്ദേഹത്തിൻ്റെ മാനവ സംസ്കാരവും നിനക്കൊന്നും അറിയില്ല. സംസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ് നിനക്കൊക്കെ ഇതൊന്നും അറിയാൻ പറ്റാത്തത്. ആകെ അറിയാവുന്നത് ജീവിതകാലം മുഴുവൻ മനുഷ്യസ്നേഹിയായി ജീവിച്ച അദ്ദേഹത്തെ മുസ്ലിം ചാപ്പ കുത്തി സ്വന്തം പക്ഷത്ത് നിർത്താൻ മാത്രമേ നിനക്കൊക്കെ അറിയാവൂ എന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലും നസീർ സാറിനെ മോശമായി പറഞ്ഞിട്ടേയില്ല. പക്ഷേ മതമിളകിയ മതഭ്രാന്തന്മാർക്ക് ഞാൻ നസീർ സാറിനെ എഴുത്തുന്നവനായി കാണാനാണ് താല്പര്യം. എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഞാൻ നസീർ സാറിനെ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്ന ഒരാളാണെന്ന് ചാപ്പ കുത്താൻ നടക്കുകയാണ്. പക്ഷേ അത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാം ചെയ്യേണ്ടി വന്നത് ഒരുത്തൻ എന്നല്ല, ഒരു വിവരദോഷി എഴുതിയ ഒരു ആർട്ടിക്കിൾ എനിക്കൊരാൾ അയച്ചു തന്നത് വായിച്ചതിൽ നിന്നാണ്. എഴുതിയതിൻ്റെ പേര് പറഞ്ഞാൽ വക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ കണക്ക് അവനത് ഒരു താമ്രപത്രമായി കാണും. അതുകൊണ്ട് അവൻ്റെ പേര് പറയുന്നില്ല. എനിക്ക് ചിലരെ പരിചയമുള്ള പ്രേം നസീർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്കിലാണ് ഈ വിവരദോഷിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്മിനെങ്കിലും പറയണമായിരുന്നു, ഇങ്ങനത്തെ ദോഷങ്ങളതൊക്കെ എഴുതി വെച്ച് ദിനേശ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയരുതെന്ന് പറയാനുള്ള മര്യാദ അവന്മാർ കാണിക്കണമായിരുന്നു. അവരും അത് കാണിച്ചില്ല. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന ശാന്തിയുള്ള ദിനേശിൻ്റെ യൂട്യൂബ് ചാനൽ പരിപാടിയാണത്രേ ഇതെഴുതാൻ ഈ മഹാനെ പ്രേമിച്ചത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ പ്രേരിപ്പിച്ചത് എന്നാണെന്നാണ് അവൻ മനസ്സിൽ വിചാരിച്ചത്. അത്രയും വിവരമേ ഉള്ളൂ കേട്ടോ അവന്. ഇതെഴുതാൻ ഈ മഹാനെ പ്രേമിച്ചത് അവൻ തന്നെ എഴുതിയിരിക്കുക, പ്രേരിപ്പിച്ചതെന്ന് എഴുതിയതാണ്. ഇതിൽ മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ എന്ന എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന് 2-3 എപ്പിസോഡിലും ഇതിനു മുമ്പ് 2-3 എപ്പിസോഡിലും നസീർ സാറിനെ ആക്ഷേപിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അതിലൊന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ്
4000 രൂപ പെൻഷൻ അപേക്ഷിച്ചു എന്ന വാർത്ത ആണത്രേ. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് അവൻ അറിയില്ല എന്നാണ് പറയുന്നത്. എടാ, അറിയാത്ത കാര്യങ്ങൾക്ക് എന്തിനായി ഇറങ്ങി പുറപ്പെടുന്നത് ഈ മഹാൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിവരാവകാശം വഴി 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ ഇക്കാര്യം ചോദിച്ചാൽ പോരെ? അതിനുള്ള വിവരം ഈ എഴുതിയവന് കാണൂല. ഇവൻ പള്ളിക്കൂടത്തിൽ പോകാത്തവന്മാരായിരിക്കും. അന്ധമായ മതവിശ്വാസം കൊണ്ടു നടക്കുന്നവരൊന്നും പള്ളിക്കൂടത്തിലോ നല്ല പുസ്തകം വായിക്കുകയോ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ളവനോ ആയിരിക്കില്ല. എന്നാൽ ഈ വിവരാവകാശം വഴി അപേക്ഷിക്കാൻ അറിഞ്ഞൂടാന്ന് വെച്ചോ. തിരുവനന്തപുരത്തെ കോട്ടണിൽ സ്കൂളിൻ്റെ എതിർവശത്തുള്ള റോഡിൽ വലിയ നീല ബോർഡ് വെച്ച സ്ഥാപനമാണ് സാംസ്കാരിക ക്ഷേമനിധി ഓഫീസ്. അവിടെ ചെന്ന് PR ശ്രീകാന്തിനെ കണ്ട് ഈ വിവരം തിരക്കിയാൽ പോരെ? നസീർ സാറിൻ്റെ മകൻ ഷാനവാസിന് ഇവിടെ അംഗത്വമുണ്ടോ? അദ്ദേഹം 4000 രൂപ പെൻഷൻ വാങ്ങിയിരുന്നോ? ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതിൻ്റെ പകുതി പെൻഷൻ 2000 രൂപ വെച്ച് കിട്ടുമോ? ഷാനവാസ് മരിച്ചപ്പോൾ മരണാനന്തര ചിലവായി 10000 രൂപ കൊടുത്തിരുന്നോ എന്നൊക്കെ പോയി ചോദിക്കടാ. അതിന് വരെ വെറുതെ ഫേസ്ബുക്കിൽ കണാന്ന് എഴുതി വെച്ചാൽ മതി. ഷാനവാസ് എന്ന് പെൻഷൻ അപേക്ഷിച്ചു എന്നു മുതൽ പെൻഷൻ കൊടുത്തുവെന്ന് അറിയാനാകും. നമ്മുടെ ശ്രീകുമാരേട്ടൻ P. ശ്രീകുമാർ, സംവിധായകനും നടനുമായ P. ശ്രീകുമാർ ചെയർമാനായി ഇരിക്കുമ്പോഴാണല്ലോ ഞാനവിടെ ഡയറക്ടറായിരുന്നത് 5 വർഷം. P. ശ്രീകുമാറിനെ എവിടെയെങ്കിലും വെച്ച് നേരി കാണുമ്പോൾ ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു തരും, കൃത്യമായിട്ട് പറഞ്ഞു തരും. ഷാനവാസ് ഞാനിരിക്കുമ്പോഴാണല്ലോ അയാൾക്ക് പെൻഷൻ അനുവദിച്ചതെന്ന് പറയും. കൊടുക്കാത്ത പെൻഷൻ കാര്യം ഞാൻ എന്തിനാ എൻ്റെ നല്ല സുഹൃത്തായിരുന്ന ഷാനവാസിനെ പറ്റി പറയുന്നത്? ഇത് എഴുതും മുമ്പ് അവ അതെങ്കിലും ആലോചിക്കണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് എന്താണ് ഗുണം? ഞാൻ പറഞ്ഞത് 100% സത്യസന്ധമായ കാര്യമാണ്. പിന്നെ പ്രധാനമായും ദിനേശ് ആക്ഷേപിച്ചിരിക്കുന്നത് നസീർ സാർ അഭിനയിച്ച ചിത്രങ്ങളുടെ കാര്യത്തിലാണത്രേ. പ്രേം നസീർ അഭിനയിച്ച 650 പരം ചിത്രങ്ങളുടെ പേര് ഈ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മഹാൻ കണ്ടിട്ടുണ്ട് അത്രേ. ദിനേശ് പറയുന്നത് 500 പരം ചിത്രങ്ങൾ എന്നാണ്. അപ്പോൾ അവ 650 ചിത്രങ്ങളുടെ ലിസ്റ്റ് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടത്ര വിവരം വേണം, ഇല്ലെങ്കിലും വിവരമുള്ളവർ കുറിക്കുന്നത് വായിക്കാൻ അറിയണം. ഇത് രണ്ടും ഈ മഹാനില്ല എന്നതാണ് ഈ ഫേസ്ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. 650 പരം സിനിമകളുടെ ലിസ്റ്റ് ഈ ഫേസ്ബുക്ക് എഴുതിയവൻ്റെ ഉണ്ടെങ്കിൽ വിടറ പരസ്യമായിട്ട് ഇതാ നസീർ സാർ അഭിനയിച്ച 650 പടത്തിൻ്റെ പേര് കേട്ടോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടാൽ പോരെ? ഒന്ന് കാണട്ടെ. നസീർ സാറിനെ പറ്റിയുള്ള പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ നേരത്തെ പറഞ്ഞ ചരിത്ര പുസ്തകത്തിൽ ഈ ഫൗണ്ടേഷൻ്റെ 8 അംഗങ്ങൾ നസീർ സാറിൻ്റെ ബന്ധുക്കളാണെന്ന കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഈ പുസ്തകത്തിൽ നസീർ സാർ പഠിച്ച കാലത്തെ ഹാജർ ബുക്ക് അടക്കം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മുഴുവൻ അതിൽ ഭാഗഭാക്കായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യമായി നസീർ സാറും സത്യൻ മാഷും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന പടം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, പൂർത്തിയാകാതെ പോയ K. ബാലകൃഷ്ണൻ്റെ ത്യാഗസീമ. ആ ത്യാഗസീമയെക്കുറിച്ച് പോലും വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ത്യാഗസീമ പൂർത്തിയാകാതെ പോയതിനാൽ 1952 പുറത്തു വന്ന പോൾ കല്ലിങ്കൽ നിർമ്മിച്ച് SK ചാരി സംവിധാനം ചെയ്ത് നെയ്യാറ്റിങ്കര കോമളാമ്മ നായികയായ സ്ക്രീനിൽ ആദ്യമായി വന്ന മരുമകൾ മുതൽ 1990 അവസാനമായി പുറത്തു വന്ന മുടങ്ങിപ്പോയതിനാൽ നസീർ സാറിന് ഡബ്ബ് ചെയ്യാനാകാതെ പോവുകയും ഷമ്മി തിലകൻ നസീർ സാറിന് ശബ്ദം നൽകുകയും ചെയ്ത കടത്തനാടൻ അമ്പാടി വരെ 500 മലയാള ചിത്രങ്ങളുടെ വർഷം, സംവിധായകൻ, നിർമ്മാതാവ്, നായിക എന്നിവരുടെ കൃത്യമായ പേരുണ്ട്. ഒപ്പം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും ഈ പുസ്തകത്തിലുണ്ട്. അതൊന്ന് വാങ്ങിയില്ല. അല്ലാതെ 650 സിനിമയുടെ ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പുറത്തു വിടില്ല എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ, വങ്കത്തരമല്ലേ? ചുണയുണ്ടെങ്കിൽ നീ ഈ പറയുന്ന 500 അല്ല, കടത്തനാടൻ അമ്പാടി വരെ അല്ല, 650 ചിത്രങ്ങളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാമെന്ന് കൊണ്ടുപോവാ. അതിന് പകരം ഫേസ്ബുക്കിൽ എന്നെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 1958 പുറത്തു വന്ന തൈ പിറന്താൽ വഴി പിറക്കും എന്ന AK വേലൻ സംവിധാനം ചെയ്ത് രാജാ സുലോചന നായികയായ നസീർ സാറിൻ്റെ ആദ്യ തമിഴ് ചിത്രം മുതൽ അദ്ദേഹം അഭിനയിച്ച 23 തമിഴ് ചിത്രങ്ങളുടെ പേരും സംവിധായകനും ബാനറും നായികയും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട്. നെയ്യാറ്റിങ്കര കോമളം മുതൽ വഞ്ചൂർ രാധ വരെ പ്രേം നസീറിൻ്റെ നായികയായ 109 നായികമാരുടെ ഡീറ്റെയിൽ ഈ പുസ്തകത്തിലുണ്ട്. 1978 ചിത്രം സെൻസർ ചെയ്യപ്പെട്ടു. N. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തരൂര് ജന്മം കൂടി. ഈ ചിത്രം തിയേറ്ററിൽ വന്നിട്ടില്ല എന്നുള്ള വിവരവും ഈ പുസ്തകത്തിലുണ്ട്.
നസീർ സാറിൻ്റെ പൂർത്തിയായി സെൻസറും കഴിഞ്ഞ പടം പുറത്തു വരാത്തത് തരൂ ഒരു ജന്മം കൂടി എന്ന് പറഞ്ഞ ചിത്രം മാത്രമാണ്. തൈ പിറന്താൽ വഴിപിറക്കും എന്ന സിനിമയിലെ അഭിനയത്തിന് 1958 പേശ്യം പടം പുതുമുഖ നടൻ്റെ അവാർഡ് നേടിയതും നസീർ സാർ നേടിയതും ഈ ചിത്രത്തിൻ്റെ മഹാവിജയത്തിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് AK വേലൻ എന്ന സംവിധായകൻ അരുണാചലം സ്റ്റുഡിയോ തുടങ്ങിയ വിവരം പോലും ഈ പുസ്തകത്തിലുണ്ട്. വായിച്ചു നോക്കാൻ നല്ല വിവരമൊന്നും വേണ്ട, കാര്യങ്ങൾ പഠിക്കണമെന്ന ചിന്ത മാത്രം മതി. ഇവിടെ എത്രയോ പഠിക്കാത്തവർ, ഹൈസ്കൂൾ കടന്നു പോകാത്തവർ എത്രയോ മാന്യമായി സംസാരിക്കുന്നു, ചിന്തിക്കുന്നു. ചിത്രീകരണം പൂർത്തിയാക്കിയ 3 തമിഴ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാതാപിതാ ഗുരു ദൈവം, ആസ്തിക്കൊരാണും ആശയ്ക്കൊരു പെണ്ണും, പിന്നെ വാദ്യാരമ്മയും. 31 സിനിമകളിൽ പ്രേം നസീർ ഡബിൾ റോളിൽ അഭിനയിച്ചു. പുഷ്പാഞ്ജലി, എറണാകുളം ജംഗ്ഷൻ, കടവറ്റ തച്ചൻ എന്നീ സിനിമകളിൽ നസീർ സാർ 3 വേഷങ്ങൾ വീതം ചെയ്തു. 6 മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം ഗസ്റ്റ് വേഷം ചെയ്തു. പ്രേം നസീറായിട്ട് തന്നെ 3 സിനിമകളിൽ അഭിനയിച്ചു. അതിൽ ലെനിൻ രാജേന്ദ്രൻ്റെ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന ചിത്രത്തിൽ പ്രധാന വേഷക്കാരനുമായിരുന്നു. ആദ്യ സിനിമാസ്കോപ്പ് സിനിമ തച്ചൊളിയമ്പു, ആദ്യ 70mm പടം സിനിമ പടയോട്ടം എന്നിവയിൽ പ്രേം നസീറായിരുന്നു നായകൻ. ഇന്ത്യയിലെ ആദ്യ 3D മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ മലയാളം വേർഷനിൽ പ്രേം നസീറായിരുന്നു അവതാരകൻ. മലയാളത്തിൽ നിന്നും 30 പ്രേം നസീർ സിനിമകൾ തമിഴിലേക്ക് മൊഴി മാറ്റിയിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ 5 ചിത്രങ്ങളും കന്നഡയിൽ 2 ചിത്രങ്ങളും മൊഴി മാറ്റിയിട്ടുണ്ട്. ഒരു ചിത്രം ഇംഗ്ലീഷിലേക്കും ഡബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മധുസാർ സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാർ എന്ന് പറഞ്ഞ സിനിമ ഇംഗ്ലീഷിൽ സൺറൈസ് ഇൻ ദ വെസ്റ്റ് എന്ന പേരിൽ ഡബ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നസീർ സാറ് രവി, ഗോപി, ചന്ദ്രൻ, വിജയൻ, വേണു ഈ പേരുകളിലുള്ള കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. ആറന്മുള പൊന്നമാമ ഒരുപാട് പടങ്ങളിൽ ഇടാ മോനെ ഗോപി എന്ന് വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്രയും പേരുകളാണ് ഏറ്റവും കൂടുതൽ നസീർ സാർ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ. മൂലധനം എന്ന സിനിമയിൽ പ്രേം നസീറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നായിരുന്നു. നസീർ സാറും സത്യൻ മാഷും അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകളിൽ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി മമ്മൂട്ടി നിന്നു എന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നസീർ സാർ കടത്തുകാരൻ രവിയായ കാലചക്രത്തിൽ 1974 മമ്മൂട്ടി കടത്തുകാരൻ രവിക്ക് പകരക്കാരനായ തൊഴിച്ചിലുകാരനായി ഡയലോഗ് പറയുന്ന വേഷവും ചെയ്തു. പടയോട്ടത്തിൽ നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയും കൂടെ അഭിനയിച്ച മമ്മൂട്ടി ആ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷമാണ് ചെയ്തിരുന്നത്. ഭരതൻ്റെ വൈശാലിയുടെ 110ാം ദിവസം ആഘോഷത്തിലാണ് നസീർ സാർ അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി. മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടാണോ എന്നറിയില്ല, അദ്ദേഹം മദ്രാസിൽ നിന്ന് ചിറയൻകീഴ് വന്ന് ബന്ധുക്കളെ മുഴുവൻ വീടുകളിൽ പോയി കണ്ടു വർത്തമാനം പറഞ്ഞു. സന്തോഷമായി എറണാകുളത്തേക്ക് പോയി വൈശാലിയുടെ ചടങ്ങിൽ പങ്കെടുത്തു. അവിടെ കഴിഞ്ഞു നസീർ സാറിൻ്റെ എന്താ പറയുക ജീവിതം. ഇനിയും വിശദമാക്കണമെങ്കിൽ പ്രേം നസീറിൻ്റെ സിനിമ തുടക്ക വർഷം 1952 അദ്ദേഹം മരുമകൾ കൂടാതെ വിശപ്പിൻ്റെ വിളി, അച്ഛൻ എന്നിവയിൽ അഭിനയിച്ചു. 1953 അവകാശി, പൊൻകതിർ 2 സിനിമകളിലേ അഭിനയിച്ചുള്ളൂ. 1954 മനസാക്ഷി, അവൻ വരുന്നു, ബാല്യസഖി. 1962 പുറത്തു വന്ന ലൈല മഞ്ജുനുവാണ് നസീർ സാറിൻ്റെ 25ാമത്തെ ചിത്രം. ഒന്ന് ഓർത്ത് വെച്ചോളൂ, 1962 നസീർ സാറിൻ്റെ 25ാമത്തെ ചിത്രം വരുന്നത്. 1965 മുതലാളി എന്ന് പറഞ്ഞ ചിത്രമാണ് 50ാമത്തെ ചിത്രം. 1966 പ്രിയതമയാണ് 75ാമത്തെ ചിത്രം. 1967 സ്വപ്നഭൂമിയാണ് നസീർ സാറിൻ്റെ 100ാമത്തെ ചിത്രം. 1970 ദത്തുപുത്രൻ 150ാമത്തെ ചിത്രം. 1972 പുനർജന്മം പുനർജന്മം നസീർ സാറിൻ്റെ 200ാമത് ചിത്രം. 1974 തച്ചോളി മരുമകൻ ചന്തുവാണ് അദ്ദേഹത്തിൻ്റെ 250ാമത്തെ ചിത്രം. 1976 തെമ്മാടി വേലപ്പൻ, ഹരിഹരൻ സംവിധാനം ചെയ്ത തെമ്മാടി വേലപ്പനാണ് നസീർ സാറിൻ്റെ 300ാമത്തെ ചിത്രം. 1978 തച്ചോളി എംബു എന്ന് പറഞ്ഞ സിനിമാസ്കോപ്പ് ചിത്രം അദ്ദേഹത്തിൻ്റെ 350ാമത്തെ ചിത്രമായിരുന്നു. 1981 ശശികുമാറിൻ്റെ കൊടിമുടികൾ എന്ന് പറഞ്ഞ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ 400ാമത്തെ ചിത്രം. 1984 പ്രതിജ്ഞ 450ാമത്തെ ചിത്രം. 1990 കടത്തനാടൻ അമ്പാടി 500ാമത്തെ ചിത്രം. 1998 ധ്വനിയിലായിരുന്നു നസീർ സാർ അവസാനമായിട്ട് അഭിനയിച്ചത്. 1999 ലാൽ അമേരിക്കയിൽ ഗുരുദേവൻ നാരായണ ഗുരുസ്വാമിയെക്കുറിച്ചുള്ള ഗുരുദേവൻ എന്ന് പറഞ്ഞ 2 ചിത്രങ്ങൾ 99 റിലീസായി. വിവരക്കേട് ഒരഹങ്കാരം ആകാതിരിക്കാനാണ് ഇത്രയും വിശദമായി പറഞ്ഞത്. ഇവിടെ നസീർ സാറിൻ്റെ സകലതും
കയ്യിലിരിപ്പുണ്ടെന്ന് പറയുന്ന പലരുടെയും കൈവശമില്ലാത്ത തെളിവുകൾ വച്ചാണ് ഇതൊക്കെ പറയുന്നതെന്നും കൂട്ടിക്കോ. അത് അഹങ്കാരത്തോടെ പറയുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കോ. ഇവിടെ പലരുടെ കയ്യിലും ഇല്ലാത്തത് എൻ്റെ കയ്യിലുണ്ട്. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കും. കാരണം ഞാൻ കുട്ടിക്കാലത്ത് അമ്മ ആഹാരം കഴിക്കാൻ തരുന്ന പൈസ അതിൽ നിന്ന് 5 പൈസയും 50 പൈസയും 25 പൈസയും സ്വരുക്കൂട്ടി വെച്ച് തിങ്കളാഴ്ച തോറും ഞാൻ വാങ്ങുക, സിനിമാധിഷ്ഠിതമായി എന്ത് പുസ്തകം വന്നാലും രഹസ്യമായി വാങ്ങിക്കുക, അങ്ങനെ ചെയ്തിരുന്നപ്പോൾ എനിക്കിത് വർഷങ്ങൾ കഴിയുമ്പോൾ 10 or 50 വർഷം കഴിയുമ്പോൾ അത് യൂട്യൂബും ഫേസ്ബുക്കും വാട്സാപ്പും വരുമെന്ന് പറഞ്ഞല്ല ഞാനതൊക്കെ വാങ്ങി സൂക്ഷിച്ചത്. അത് സിനിമയോടുള്ളൊരു പാഷൻ കൊണ്ട് ചെയ്തതാണ്. ഞാനതുകൊണ്ടാണ് ആധികാരികമായി ഇപ്പം പലതും എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ പൊട്ടന്മാർക്ക് പറയാൻ പറ്റാത്തത്. അതുപോലെ 1973 300 ചിത്രം തീർത്ത് ആഘോഷം നടത്തിയപ്പോൾ ദിനേശ് പറയുന്നത് 277 ചിത്രങ്ങൾ മാത്രമാണ് അപ്പോൾ റിലീസ് ചെയ്തത് എന്നാണെന്നാണ് ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്ന മണ്ടം പറയുന്നത്. ചവറ് പ്രസിദ്ധീകരണമാണ് ഞാനെന്നോ സിനിമ മാസികയെന്നോ ഇവരെ പ്രേം നസീർ പണം കൊടുത്ത് സ്വാധീനിച്ചിരുന്നുവെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. പക്ഷേ ഇവൻ പറയുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ചവർ വാരി, ഞാൻ നാന വായിച്ചാണ് സിനിമ കണ്ടു തുടങ്ങിയത്. എന്നാൽ സിനിമാ പത്രപ്രവർത്തകർക്ക്, പത്രമുതലാളിമാർ അക്കാലത്ത് ശമ്പളം കൊടുത്തിരുന്നില്ല. ഒരു പേജ് പരസ്യത്തിൻ്റെ ബ്ലോക്ക് വാങ്ങി അയച്ചു കൊടുത്താൽ ആ പരസ്യത്തിൻ്റെ കിട്ടുന്ന തുകയുടെ 5% കമ്മീഷൻ കൊടുക്കുമായിരുന്നു. ഷൂട്ടിംഗ് കവർ ചെയ്യാൻ പോയാൽ റൂമും ഭക്ഷണവും മദ്യവും നിർമ്മാതാവിൻ്റെ ചെലവിൽ നൽകുമായിരുന്നു. വമ്പൻ നിർമ്മാതാക്കൾ, നായക നടന്മാർ, പ്രത്യേകിച്ച് നസീർ സാർ, പുതിയ സംവിധായകർ മുതലായവരൊക്കെ തങ്ങളുടെ പടത്തെപ്പറ്റി നല്ല വാർത്തകൾ വരാൻ കൈമടക്ക് കൊടുക്കുമായിരുന്നു. നസീർ സാറ് മാസശമ്പളം പോലെ ഒരു തുക എല്ലാ മാസവും നൽകുമായിരുന്നു. ഇന്ന പത്രത്തിൻ്റെ ഇന്ന ആൾക്കാർക്ക് ഇത്ര വെച്ച് കൊടുക്കണമെന്ന് ഒരു ബുക്കിൽ സാറിൻ്റെ കൈപ്പടയിൽ എഴുതി അത്രയും തുകയും ഏൽപ്പിക്കുമായിരുന്നുവെന്ന് പ്രശസ്ത സിനിമാ പത്രപ്രവർത്തകൻ CN കൃഷ്ണൻകുട്ടി തന്നെ എന്നോട് പറഞ്ഞിരുന്നു. കൃഷ്ണൻകുട്ടിക്കായിരുന്നു ആ ജോലി. അതുപോലെ തന്നെ ഈ നമ്മുടെ മുത്തയ്യ സാറടക്കം ഒരുപാട് സിനിമാക്കാർക്ക്, JR ആനന്ദിനടക്കം ഒരുപാട് പേർക്ക് സിനിമാക്കാർക്ക് സഹായിക്കുന്നതൊക്കെ ഒരു ബുക്കിൽ സാറ് എമൗണ്ട് എഴുതി പേരും എഴുതി CN കൃഷ്ണൻകുട്ടിയായിരുന്നു ചെയ്തിരുന്നത്. കൃഷ്ണൻകുട്ടി വേറെയും പണി ചെയ്തിരുന്നു. നസീർ സാറിന് വരുന്ന കത്തുകൾ വായിച്ചിട്ട് മറുപടി അർഹിക്കുന്ന കത്തുകൾക്ക് നസീർ സാറിൻ്റെ മറുപടി എഴുതുന്നത് കൃഷ്ണൻകുട്ടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ന പത്രത്തിൻ്റെ ഇന്ന അതിലെ ആൾക്കാർക്ക് ഇത്ര രൂപ വെച്ച് കൊടുക്കണമെന്നും സാറ് തന്നെ ഒരു ബുക്കിൽ എഴുതി കൊടുത്ത് തുകയും കൊടുക്കുമായിരുന്നു. സിനിമാ പത്രപ്രവർത്തനം സൈഡ് ജോലിയായി കണ്ട സിനിമാ മാസികയുടെ മദ്രാസ് ലേഖകൻ നടരാജൻ ഈ കാശൊന്നും അക്കാലത്ത് വാങ്ങിയിരുന്നില്ല. അയാൾക്ക് വേറെ പണിയുള്ളതുകൊണ്ട് നടരാജൻ വാങ്ങിയിരുന്നില്ല. നാന തുടങ്ങി ആദ്യ മദ്രാസ് ലേഖകനായ മധു വൈപ്പനയ്ക്കാണ് സിനിമാ പത്രപ്രവർത്തകരിൽ ആദ്യമായിട്ട് മാനേജ്മെൻറ്റ് ശമ്പളം കൊടുത്ത ആദ്യത്തെ സിനിമാ പത്രപ്രവർത്തകൻ മധു വൈപ്പനയാണ്. അത് നമുക്ക് വളരെ അഭിമാനത്തോടെ തന്നെ കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന ബാലചന്ദ്ര മേനോനും കിട്ടുന്ന ശമ്പളക്കാശിൽ ജീവിച്ചതല്ലാതെ പൊതി വാങ്ങാനോ ഓസിന് വെള്ളമടിക്കാനോ പോയിട്ടില്ല. നടരാജൻ്റെ ബൈക്കിന് പിന്നിൽ കയറിയായിരുന്നു മധു വൈപ്പന സെറ്റുകളിൽ പോയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്ര മേനോൻ സെറ്റുകളിൽ പോയിരുന്നത് ഒരു സൈക്കിളിലായിരുന്നു. ഇതേപ്പറ്റി കളിയാക്കി KP ഉമ്മർ സംസാരിച്ച കഥയൊക്കെ ബാലചന്ദ്ര മേനോൻ തന്നെ എഴുതിയിട്ടുണ്ട്. നസീർ സാറിൻ്റെ മുമ്പ് വെച്ച് സൈക്കിളിൽ വരുന്ന മദ്രാസിലെ നാനാ ലേഖകനെ ഉമ്മർ സാർ കളിയാക്കി തിരിച്ച് ബാലചന്ദ്ര മേനോൻ കയറി തിരിച്ച് മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു മോശം സന്ദർഭം ഉണ്ടാക്കിയിട്ടുണ്ട്. മാസാമാസം കൃത്യമായി നസീർ സാറിൻ്റെ ശമ്പളം പോലൊരു തുക കിട്ടുമ്പോൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുമോ ശത്രുവായി വിമർശിച്ച് എഴുതുമോ എന്ന് ഈ ഫേസ്ബുക്ക് അനാവശ്യം എഴുതിയവൻ ആലോചിക്കട്ടെ. മധു വൈപ്പനയ്ക്കും ബാലചന്ദ്രമേനനും ഒക്കെ സിനിമയ്ക്കുള്ളിലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നിരവധി സിനിമാക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഷീലാമ്മയും ഉഷാനന്ദിനിയും കവിയൂർ പൊന്നമ്മയും ഒക്കെ മധു വൈപ്പനയുടെ പ്രിയപ്പെട്ടവരായിരുന്നു. നാനയെ ബാൻ ചെയ്യണം എന്ന പ്രമേയം പ്രേം നസീറും ശങ്കരാടിയും KP ഉമ്മറും അടൂർബാസിയും ഒക്കെ ഒന്നിച്ചു നിന്ന് ചലച്ചിത്ര പരിഷത്തിൽ കൊണ്ടുവന്നപ്പോൾ പരസ്യമായി എതിർത്ത് സംസാരിച്ചത് ഷീലയും കവിയൂർ പൊന്നമ്മയും T. വാസുദേവനും KS സേതുമാധവനും ഒക്കെ ആയിരുന്നു. ഇതൊന്നും അറിയാത്ത വാട്സാപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകാരൻ ഷീലാമ്മയെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചോദിച്ചു നോക്കണം, ചിലപ്പോൾ കുറച്ച് വിവരം തനിക്ക് കിട്ടാം. ഇനി 300 സിനിമയായതിൻ്റെ ആഘോഷത്തെപ്പറ്റി മധു വൈപ്പന തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കുറിച്ചത് വായിക്കാം. 1973 പ്രേം നസീറിന് 46 വയസ്സ് തികഞ്ഞു. മരുമകൾ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് മുൻഷി പരമുള്ള
ഇന്ത്യയുടെ മുൻ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി JN ദീക്ഷിതിൻ്റെ അച്ഛൻ. മരുമകളിലേക്ക് കണ്ടുപിടിച്ച നായകൻ പ്രേം നസീർ കഴിഞ്ഞ 23 വർഷങ്ങളായി മലയാള സിനിമയിൽ നായകസ്ഥാനത്ത് തുടരുകയായിരുന്നു. അതുകൊണ്ട് ചിലർ അദ്ദേഹത്തെ നിത്യഹരിത നായകൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം 300 ചിത്രങ്ങൾ പൂർത്തിയാക്കിയെന്ന് കൊട്ടിഘോഷിച്ച സമയമായിരുന്നു അത്. അക്കാലത്ത് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ലേഖകന്മാർക്ക് ശമ്പളം നൽകിയിരുന്നില്ല. അവർ സിനിമാക്കാരുടെ നക്കാപ്പിച്ച വാങ്ങി ജീവിച്ചോണം എന്ന മനോഭാവമായിരുന്നു പത്രം നടത്തുന്നവർക്ക്. സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചിരുന്ന നസീറാണ് ലേഖകന്മാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത്. അതുകൊണ്ട് അവരെല്ലാം മത്സരിച്ച് നസീറിനെ വാനോളം പുകഴ്ത്തി. അദ്ദേഹത്തിന് ഒരു അമാനുഷിക പരിവേഷം തന്നെ നൽകിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയുക, മറ്റേ ശാർക്കര അമ്പലത്തിൽ, സ്വന്തം നാടായ ചിറയൻകീഴിലെ ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ നടക്കി ഇരുത്തിയതോടെ അദ്ദേഹം സർവസമ്മതനുമായി. നടരാജന് വേറെ നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടായിരുന്നു. ഞാനാണ് ആദ്യമായി ശമ്പളം ലഭിക്കുന്ന ലേഖകനായി മദ്രാസിലെത്തിയത്. നസീർ തന്നെയാണ് തൻ്റെ 300 ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് തൻ്റെ വിശ്വസ്തരായ പത്രലേഖകന്മാരോട് പറഞ്ഞത്. അത് സിനിമാ രംഗത്ത് വലിയ വാർത്തയാകുകയും ചെയ്തു. ആ സ്ഥിതിക്ക് സിനിമാ വാരികൾക്ക് കയ്യും കെട്ടിയിരിക്കാൻ പറ്റുമോ? അവരെല്ലാവരും നസീർ സ്പെഷ്യൽ ഇറക്കാൻ തീരുമാനിച്ചു. നസീറിനെ ആദരിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചത് സിനിമാ മാസിക ശങ്കരൻ നായരാണ്. ഈ ഫേസ്ബുക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഈ പൊട്ടം പറയുന്നത് സിനിമാ മാസിക എന്ന് നസീർ സാറിനെതിരായിരുന്നു, ശങ്കരൻ നായരെ അടിച്ചില്ല എന്ന്. രണ്ടാണെന്നേ. സിനിമാ മാസിക ശങ്കരൻ നായർ നസീർ സാറിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രമല്ല, സിനിമാ മാസിക അവാർഡ് ചടങ്ങിൽ എല്ലാ വർഷവും കൃത്യമായി പങ്കെടുത്ത് കാണികളെ പുളകം കൊള്ളിക്കുന്ന പ്രധാന അതിഥിയും പ്രേം നസീറായിരുന്നു. തങ്ങൾ മാത്രം മോശക്കാർ ആകരുതല്ലോ എന്ന് കരുതി ഞാനയും ഒരു നസീർ സ്പെഷ്യൽ ഇറക്കാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ട മാറ്ററുകളും ചിത്രങ്ങളും ശേഖരിക്കാൻ എഡിറ്റർ എനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അന്ന് ഞാനൊരു എഡിറ്റർ എന്ന് പറയുന്നത് KVS ഇളയത് എന്ന് പറഞ്ഞ ആളായിരുന്നു. ഞാനെയും വിജയശ്രീയെയും പ്രതികളാക്കി ഉദയ അപകീർത്തി കേസ് ഫയൽ ചെയ്തിട്ട് അപ്പോൾ ആഴ്ചകൾ പോലും ആയിട്ടില്ലായിരുന്നു. വിജയശ്രീ വാരികയിലൂടെ നസീറിനെയും വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഈ കേസിൽ 1ാം സാക്ഷി സ്ഥാനത്ത് ചേർന്നിരിക്കുകയും ചെയ്തു. അതായത് കുഞ്ചാക്കോ കൊടുത്ത കേസിൽ പ്രധാന സാക്ഷി വിജയശ്രീക്കും നാനയ്ക്കുമെതിരെ നസീർ സാറായിരുന്നു. എങ്കിലും അതുവരെ സൗഹൃദത്തോടെ മാത്രം പെരുമാറിയിട്ടുള്ള നസീറിനെ ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഈ അവസ്ഥയിലും എനിക്ക് യാതൊരു സങ്കോചവും തോന്നിയില്ല എന്നാണ് മധുവയ്പ്പന പറയുന്നത്. 1973 ഡിസംബർ 16-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ ഫോട്ടോഗ്രാഫർ പ്രഭാകരനുമായി ഞാൻ നസീറിൻ്റെ നുങ്കമ്പങ്കത്തെ ലേഡി മാധവൻ നായർ കോളനിയിലുള്ള 3-ാം നമ്പർ വസതിയിലെത്തി. ഇതിനു മുമ്പ് പലപ്പോഴും ഞാനവിടെ പോയിട്ടുള്ളതാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് എഡിറ്റർ വന്നപ്പോൾ നസീർ ഞങ്ങളെ വിളിച്ച് ഉച്ചഭക്ഷണം തന്നിട്ടുമുണ്ട്. തുറന്നു പറയാണ് അദ്ദേഹം, ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം തന്നിട്ടുണ്ട്. നസീർ ഉണർന്നിട്ടില്ല എന്ന് ഭാര്യ കള്ളം പറഞ്ഞു. ഉണരുമ്പോൾ കൊടുക്കാനായി ഒരു കുറിപ്പ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവിടെ അനക്സിൽ താമസിക്കുന്ന നസീറിൻ്റെ ഇളയ സഹോദരൻ പ്രേംനവാസിൻ്റെ മുറിയിൽ കാത്തിരുന്നു. വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അനക്സ്, ഒരു ഒറ്റമുറി കെട്ടിടം കിട്ടിയിട്ടുണ്ട്. അതിലായിരുന്നു പ്രേംനവാസ് അക്കാലത്ത് താമസിച്ചിരുന്നത്. നസീർ അകത്തേക്ക് ക്ഷണിക്കുന്നതും കാത്ത് നവാസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നസീർ പുറത്തു വന്ന് പെട്ടെന്ന് കാറിൽ കയറാൻ ഭാവിക്കുന്നതായി കണ്ടു. ഞാൻ അടുത്തേക്ക് ഓടിച്ചെന്നു. എൻ്റെ കുറിപ്പ് കിട്ടിയില്ലേ? ഞാൻ താങ്കൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പതിപ്പിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കവറിലടിക്കാനുള്ള കളർ ഫോട്ടോ. അന്ന് കളർ ഫോട്ടോകൾ അപൂർവമാണ്. അങ്ങനെ കളർ ഫോട്ടോ എടുത്തിട്ട് വേഗം വിട്ടേക്കാം. സംസാരിക്കാൻ പിന്നീട് സ്റ്റുഡിയോയിലേക്ക് ഞാൻ വന്നോളാം എന്ന് വൈപ്പന പറഞ്ഞു. സാധാരണ എൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കാറുള്ള ഭാവമായിരുന്നില്ല അപ്പോൾ കണ്ടത്. അവിടെ നിഴലിച്ചത് കോപവും പകയുമായിരുന്നു. നിങ്ങളെന്നെ വിമർശിക്കുന്നവരല്ലേ? ചിലപ്പോൾ വിമർശിച്ചെന്നിരിക്കും. എങ്ങനെ എഴുതണമെന്ന് ഞങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് എന്നായി വൈപ്പന. ഇളയത് സുബ്രഹ്മണ്യം, ഈ ഇളയത് സുബ്രഹ്മണ്യം എന്ന് പറയുന്നതാണ് KVS ഇളയത്. ഇളയത് സുബ്രഹ്മണ്യം പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും അല്ലേ എന്നായി നസീർ സാർ. ഞാൻ അങ്ങനെ എഴുതാറുണ്ടോ എന്നായി വൈപ്പന. എൻ്റെ തലച്ചോർ ആർക്കും ഞാൻ പണയം വച്ചിട്ടില്ല. കൂടുതലൊന്നും പറയാതെ അദ്ദേഹം വേഗം കാറി കയറിപ്പോയി.
ഇതെല്ലാം കണ്ടു പകച്ചു നിൽക്കുന്ന പ്രേംനവാസിനോട് യാത്ര പറഞ്ഞിട്ട് ഞാനിറങ്ങി. ആ സമയത്ത് നസീർ ശരിക്കും 230 മലയാള സിനിമകളിലെ തികച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവ കൂട്ടിയാലും 272 ചിത്രങ്ങളെ ആകുന്നുള്ളൂ. ഈ ലിസ്റ്റ് ഞാൻ നാനാ വാരിയയ്ക്ക് അയച്ചു കൊടുത്തു. കൂടാതെ നസീറിനെ കുറിച്ച് എൻ്റെ പേര് വെച്ച് ഒരു നീണ്ട ലേഖനവും അയച്ചു. 300 ചിത്രങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് പ്രേം നസീർ നടത്തുന്ന പ്രചരണം പൊളിച്ചു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പൂർണ്ണ ലിസ്റ്റ് സഹിതം ലേഖനം എഴുതുമ്പോൾ തന്നെ ഷീല, വിജയശ്രീ, ജയലളിത, KR വിജയ, കവിയൂർ പൊന്നമ്മ, TR ഓമന, ഉഷാ നന്ദിനി മുതലായ നടികളോടും മധു, ഉമ്മർ, സുധീർ, PN മേനോൻ, രാമു കാരാട്ട്, KP കൊട്ടാരക്കര, ശോഭന പരമേശ്വരൻ നായർ മുതലായവരോടും സംസാരിച്ച് ഞാൻ ലേഖനങ്ങൾ തയ്യാറാക്കി അയച്ചു. ഇതാണ് 300ൻ്റെ കഥ. ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിക്കാരന് ഇത് വല്ലതും വായിച്ച ശീലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ മഹാൻ പറയുന്നത് ഞാൻ അഭിനയ പ്രതിഭകളായ സത്യനും മധുവും തിരഞ്ഞെടുക്കുന്നത് ഈടുറ്റ കഥാപാത്രങ്ങളായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നും പറഞ്ഞു കളഞ്ഞത്ര. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. നസീർ സാർ ഏത് വേഷവും സ്വീകരിക്കുമെന്നും ശാന്തിയുള്ള ദിനേശ് പറഞ്ഞു കളഞ്ഞു അത്രേ എന്നാണ് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി പയ്യൻ പറയുന്നത്. പയ്യനാണെന്ന് എനിക്കറിയില്ല. ഞാൻ 100% സത്യസന്ധമല്ലേ പറഞ്ഞത്. വിൻസെൻ്റ് മാഷ് ശടിച്ചിട്ട് പോലും ഒരു പാട്ടിനായി മീശ എടുക്കണം, മീശയുള്ള ശ്രീകൃഷ്ണനെ ജനം കൂവി വെളുപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ആ പാട്ടിൽ നിന്ന് ഒഴിവാക്കും മാഷെന്ന് പറഞ്ഞ ആളാണ് മധു സാർ. അവസാനം ചെടികൾക്കിടയിൽ പ്രത്യേക രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത് കണ്ണും മധുസാറിൻ്റെ കണ്ണും അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കണ്ണും മൂക്കിൻ്റെ പകുതിയും താടിയും കാട്ടിയാണ് ആ പാട്ടെടുത്തത്. ഇതൊക്കെ ചരിത്രവും യാഥാർത്ഥ്യവുമാണ്. മധുസാറിനെ പോലെ സത്യമാഷിനെ പോലെ സെലക്റ്റീവ് ആയിരുന്നില്ല പ്രേം നസീർ. അദ്ദേഹത്തിന് കച്ചവട സിനിമയെന്നോ കമേഴ്സ്യൽ സിനിമയെന്നോ ഉള്ള ജനപ്രിയ സിനിമകളോടായിരുന്നു കമ്പം. എന്നാൽ കയ്യിൽ വന്ന ഈടുറ്റ വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്നും വേറിട്ട് മനോഹരമാക്കിയിട്ടുമുണ്ട്. നെടുമുടി വേണു മനോഹരമാക്കിയ വിട പറയും മുംബൈയിലെ സേവ്യറായിരുന്നു ചിത്രത്തിൽ നായകൻ. അതിൽ മാധവൻകുട്ടി എന്ന മേലുദ്യോഗസ്ഥൻ്റെ വേഷമാണ് നസീർ സാർ ചെയ്തത്. പക്ഷേ എത്ര മനോഹരമായി നസീർ സാർ അതിൽ ചെയ്തിരിക്കും. പടയോട്ടത്തിലെ തമ്പാനായി അദ്ദേഹം ഡബ് ചെയ്തത് മാത്രം മതി പ്രേം നസീർ എന്ന കലാകാരൻ്റെ കാലിബർ അറിയാൻ. പക്ഷേ നസീർ സാർ ശശികുമാറിനെ പോലുള്ള സംവിധായകർക്കാണ് പ്രാധാന്യം നൽകിയത്. മാസത്തിൽ 15 ദിവസം വെച്ച് ഉദയ പോലുള്ളവർ വർഷങ്ങളോളം ബ്ലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ആ ട്രാക്കിൽ തന്നെ നിന്നു. ഇത് യാഥാർത്ഥ്യമല്ലേ എന്ന് പറയേണ്ടത് ഈ ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഈ എന്നെപ്പറ്റി അനാവശ്യം എഴുതിയ പൊട്ടനാണ്. അതിന് എന്നെയോ സത്യമാഷിനെയോ മധുസാറിനെയോ പുലഭം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. ഒരുപാടായി ഈ മാറ്റർ ശകലം നീണ്ടുപോയി. ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്ന വെള്ളിയാഴ്ച പറയാം. ഇതിപ്പോൾ ബുധനാഴ്ചയല്ലേ നിങ്ങൾ കാണുന്നത്. വെള്ളിയാഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗം പറയാം. ഈ പൊട്ടൻ എഴുതിയതിൻ്റെ താഴെ കുറേ വായ്നോക്കുകൾ എനിക്കെതിരെ കുറേ തെറികൾ എഴുതിയിട്ടുണ്ട്. വെള്ളിയാഴ്ച അതിനും മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട്. നസീർ സാർ നല്ല മനുഷ്യനായിരുന്നേ. പക്ഷേ ഒരു മനുഷ്യനുള്ള വികാരങ്ങളും വിചാരങ്ങളും അല്പസ്വല്പം കുശുമ്പും ചതിയും ഒക്കെ നസീർ സാറിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങേര് ദൈവമായി പോവില്ലേ. പക്ഷേ നമ്മളൊരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ ഒരു മനുഷ്യപക്ഷത്ത് നിന്ന ആ വലിയ മനുഷ്യൻ തന്നെയാണ് ആ തട്ട് തന്നെ ആയിരിക്കും താന്നു നിൽക്കുന്നത്. ഇത് പറഞ്ഞാൽ എടാ നസീറിനെ പറ്റി അങ്ങനെ പറയലടാ, അങ്ങനെ 38 സിനിമ കുറവുള്ളപ്പം 300 ആഘോഷിച്ചാൽ നിനക്കെന്ത് ചേതം? 272 ആയെങ്കിൽ നിനക്കെന്ത് ചേതം? അങ്ങനെ 300 ആഘോഷിക്കുക, അതിന് നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ 500 സിനിമകളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ 650 ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് എന്ന് പറയുന്ന ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പൊട്ടന്മാരാണ് ഇപ്പം നസീർ സാറിനെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയും. നസീർ സാറിന് ഇവനൊന്നും പൊക്കിവിടേണ്ട ഒരു കാര്യവുമില്ല. കാലാതിവർത്തിയായി ആ മനുഷ്യൻ ജീവിക്കും. അപ്പോൾ ഈ സ്റ്റോറിയുടെ 2ാം ഭാഗം വെള്ളിയാഴ്ച പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.